നമ്മളെല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഫ്രിഡ്ജ് കഴുകാൻ തീരുമാനിച്ചുകൊണ്ടാട്ടോ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇട്ടിട്ട് ടൈൽസൊക്കെ കട്ടടിച്ചണം. അപ്പോൾ ചോറിന് അരി നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഫ്രിഡ്ജ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഗ്യാപ്പിൽ മോനെ ഉറക്കിയിട്ടുണ്ട്. ആളെല്ലാം ഉറക്കിലാണ്. അപ്പോൾ ഉണരുന്ന മുന്നേ കഴിയുന്നതുള്ള പണി ഞാൻ തീർക്കാനുള്ള ശ്രമം. ഫ്രീസറിൽ ഐസ് ഉണ്ടല്ലേ, അതിന്മേൽ കട്ട പിടിച്ച് നിന്നപ്പോൾ ഞാൻ കത്തി കൊണ്ട് ഇളക്കി എടുത്തതാണ്. ഈ ഐസ് ഞാൻ മുളക് മരത്തിൻ്റെ ചോട്ടേക്കാണ് കൊണ്ടുപോയി ഇട്ടത്. അപ്പോൾ അമ്മ ചോറ് ഇട്ടിരുന്ന തിരക്കിലാണ്. ഫ്രിഡ്ജൊക്കെ നല്ല കഴുകി നന്നാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി അതിലോട്ടേക്ക് നമ്മൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന സാധനങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം നല്ല എടുത്ത് വയ്ക്കലുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചൂടുകൊണ്ട്. അപ്പോൾ പണിയൊക്കെ പിടിപ്പത് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മീൻകാരൻ വരാത്തതുകൊണ്ട് നമുക്ക് സമ്മന്തിയും ഉണക്കലും പപ്പടം കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. പിന്നെ സമ്മന്തിക്കുള്ള തേങ്ങ ചിരവാണ്. സമ്മന്തിക്ക് വേണ്ടത് പുളി ഞാൻ ഉപയോഗിച്ചില്ല, ഉണക്കമാങ്ങയായിട്ട് സമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് കാണുന്നത്. സമ്മന്തിക്ക് ആവശ്യമായ മുളകും ചെറുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ഉണക്കമാങ്ങയും പിന്നെ ഉപ്പ് ഇട്ടോ. ഞാൻ എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് ഇട്ടത്. ചെറിയ ഉള്ളി നമ്മൾ ലാസ്റ്റാട്ടോ ഇടുക. ഈ തേങ്ങ ഒതുക്കുന്നതിൻ്റെ ഇടയിൽ സമ്മന്തി ഇങ്ങനെ ഒതുക്കി പൊടിക്കുന്നതിൻ്റെ ഇടയിൽ വെങ്കായം ഇട്ടിട്ട് ഇനി ഞാൻ പപ്പടം കാച്ചാൻ പോകണം തിരക്കാം സമ്മന്തി ആയ സ്ഥിതിക്ക്. എണ്ണ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി പപ്പടം പൊരിച്ചെടുക്കാം. പപ്പടവും ചമ്മന്തിയും ഉണക്കലും കൂടി കൂട്ടി പണ്ടത്തെ ഒരു ചോറൂണാണ്. ഇപ്പം മീൻകറി വരാത്തതുകൊണ്ട് തിന്നാം. എന്നാലും അതിലൊരു രസമാണ് കേട്ടോ. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. പപ്പടം പൊരിച്ച് ബാക്കി ഓയില്ല കേട്ടോ നമ്മൾ മത്തി വറുത്തെടുക്കുന്നത്. ഒരു ദിവസം എളാമ തന്നതാണ് ഈ മത്തി, അമ്മ ഉണക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല രസമുണ്ട് വീട്ടിലെ ഉണക്കൽ നമ്മൾ ഉണ്ടാക്കിയത്. മനുഷ്യന് ഇത്രയൊക്കെ സിമ്പിളായിട്ട് ജീവിക്കാനും കഴിയുന്നുള്ളത് നമ്മുടെ ഓരോ സാഹചര്യത്തിലും ഓരോ മനുഷ്യനും പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും പഠിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ചോറ് തിന്ന് കഴിഞ്ഞ് ഇനി ഈവനിങ്ങിൽ ഒരു പരിപാടി വെക്കാം. ഇന്ന് വൈകുന്നേരം എനിക്ക് ഭയങ്കര പൂതി. പഴമില്ലാത്തതുകൊണ്ട് ചക്ക ഉപയോഗിച്ച് ചക്കപ്പൊരി ഉണ്ടാക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ ചെറിയ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 8-10 ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്മെല്ല് ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. ഇത് എന്ത് ചെയ്യാം, നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം. പൊടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മൈദ. അപ്പോൾ ഞങ്ങൾ 3 ആളുള്ളൂ, അമ്മയും ഞാനും മോനും. ഷൈജേട്ടൻ ദൂരെ പണിക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ള പാകത്തിന് കേട്ടോ ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ടേക്ക് ഒരു കുമ്പിൾ പഞ്ചസാര. ഇനി മധുരം നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് മെല്ലെ മെല്ലെ കുഴച്ചെടുക്കാം കേട്ടോ. ഈ ചക്ക ഏത് ചക്കയാണെന്ന് ചോദിച്ചാൽ പഴഞ്ചക്ക ഉണ്ടല്ലോ, മലപ്പുറംകാർക്ക് മനസ്സിലാവും പെട്ടെന്ന് പഴഞ്ചക്കനെ കൊണ്ടുണ്ടാക്കുന്ന ആ വിഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വല്യമ്മ ഉണ്ടാക്കി കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഞാനത് ഉണ്ടാക്കിയത്. ഇത് എളാമ്മ തന്ന പഴഞ്ചക്കയാണ്. ഞങ്ങൾക്ക് ചക്ക ഉണ്ട്, അത് വരിക്കച്ചക്കയാണ്, പഴഞ്ചക്ക അല്ല. അതുകൊണ്ട് അത് നല്ലോണം മിക്സാക്കി എടുക്കാം. കൈ കൊണ്ടല്ല കുഴച്ചതിന് ശേഷം ഇതെല്ലാം കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാവിൽ മുക്കി എടുക്കാം കേട്ടോ. ഇത് പഴംപൊരിയല്ല, ചക്കപ്പൊരിയാണ്, നീ മറക്കണ്ട.
അതിൻ്റെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് മാവിൽ മുക്കിയെടുക്കാൻ. വിചാരിച്ച പോലെ അങ്ങനെ ഉണ്ട് ആളെ. ഇപ്പോൾ നമ്മുടെ ചക്കപ്പൊരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചക്കപ്പൊരി എടുത്ത് അച്ഛനെ വെച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ചക്കപ്പൊരി കണ്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ, സീ യു.